നാസർ കൊളായി CPIM നേതാവ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നാസർ കൊളായി, ഈന്തപ്പഴത്തിൻ്റെ കുരുവുമൊക്കെ വലിയ അർത്ഥത്തിൽ പല ആരോപണങ്ങൾക്കും ഉപയോഗിച്ചവരാണ്. ഇപ്പോൾ സ്വന്തമായി മറികടക്കാനായി ഈന്തപ്പഴത്തിൻ്റെ തലയിൽ തന്നെയാണ് ഈ കാര്യങ്ങൾ വെക്കുന്നത്. ആ 2 വലിയ പൊതികൾ അതുള്ള ഫോട്ടോ ഞങ്ങൾ പുറത്തുവിട്ടു. അത് ഈന്തപ്പഴം മാത്രമാണ്, മറ്റ് ചില ചെറിയ കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. വിശ്വസിക്കാമോ? വിശ്വാസം തോന്നുന്നുണ്ടോ താങ്കൾക്ക്? കണക്ക് ചോദിക്കാതെ പോകില്ല എന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് സാധാരണ. അതുപോലെ വീണ്ടും ഈത്തപ്പഴം തിരിഞ്ഞു പറഞ്ഞ് കേരള രാഷ്ട്രീയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കാണുന്നത്. ഇതില് വന്നിട്ടുള്ള സംഭവം ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇതിന്റെ പ്രശ്നം ഒരു കള്ളം പറഞ്ഞാൽ ആ കള്ളം പിന്നീട് നിവർത്തണമെങ്കിൽ 1000 കള്ളങ്ങൾ തുടരെ പറയേണ്ടി വരും എന്നുള്ളത് നമ്മുടെ മുമ്പിലുള്ള ഒരു അനുഭവ യാഥാർത്ഥ്യമാണ്. അടൂർ പ്രകാശിനെ സംബന്ധിച്ചിടത്തോളം സോണിയാഗാന്ധിയോടൊപ്പം ജനപത് 10 ഈ പോറ്റിയോടൊപ്പമുള്ള ആ രംഗം വന്നപ്പോൾ വിശദീകരിച്ച് അവിടെ മുതൽ അദ്ദേഹത്തിന് പാളാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പോറ്റിയെ ഈ ജനപത് 10 കയറ്റിയത് ആര് എന്ന ചോദ്യമാണ് ഉയർന്നത്. കാരണം ജനപത് 10 കുറിച്ച് വിശദീകരിക്കേണ്ടതില്ലല്ലോ. അവിടെയുള്ള പ്രത്യേകമായ സുരക്ഷാ സംവിധാനം, രാജീവ് ഗാന്ധി പെരുമ്പത്തൂരിൽ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടതിനു ശേഷം ആ കുടുംബത്തിനുള്ള പ്രത്യേക പരിരക്ഷയാണ് Z കാറ്റഗറി. അവരെ ആര് സന്ദർശിക്കുകയാണെങ്കിലും അതിന് മുൻകൂട്ടി വിവരം കിട്ടണം, അതാരാണെന്ന് അറിയണം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതിനു ശേഷമാണ് അവിടേക്ക് പ്രവേശനമുള്ളത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിയായിരുന്ന എന്തിനധികം നരസിംഹറാവു എന്ന പ്രധാനമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ പോലും നിർണായക പങ്ക് വഹിച്ച K കരുണാകരൻ ഇതേ ജനപത് 10 വാതിൽ തുറക്കുന്നതിന് വേണ്ടി കേരള ഹൗസിൽ ദിവസങ്ങളോളം കാത്തിരുന്ന് കാണാതെ കൊടും തണുപ്പത്ത് മടങ്ങി വന്നിട്ടാണ് DIC എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പോലും രൂപീകരിക്കുന്നത്. ഇത് പല മുഖ്യമന്ത്രിമാരുടെ അനുഭവമുണ്ട്, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ അടൂർ പ്രകാശ് പോറ്റിയോടൊപ്പം അവിടെ കണ്ടു. ആ കണ്ടപ്പോ ചോദിച്ചപ്പോ പറഞ്ഞ എന്താണ്, പോറ്റിയെ ആര് കയറ്റി ഈ പിണറായിയുടെ അടുത്തേക്ക്? ഇതാണ് ചോദ്യം. സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോറ്റിയെ ആര് കയറ്റി? അപ്പൊ അടൂർ പ്രകാശ് പറഞ്ഞ എന്താണ്, ഞാൻ കയറ്റിയതല്ല, പോറ്റി കയറിയതിനു ശേഷം എന്നെ വിളിച്ച് കയറ്റിയതാണ് എന്ന് പറഞ്ഞാൽ അടൂർ പ്രകാശിനെ കയറ്റിയത് പോറ്റിയാണ് എന്നാ പറയുന്നത്. ഇന്നും അയാളുടെ വാദം എന്താണ്, നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്തു പോറ്റി. എങ്ങനെയാണ് പോറ്റിക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് കിട്ടുന്നത് ഈ ജനപത് 10? അതൊരു വലിയ ചോദ്യമല്ലേ. ആ സോണിയാഗാന്ധിന്റെ അവിടേക്ക് എങ്ങനെ കിട്ടുന്നു? അതൊരു വലിയ ചോദ്യമല്ല. ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണ്ടേ? അതിന് BRM ഷഫീർ ചാനൽ ചർച്ചയിൽ വന്ന മറുപടിയാണ് പിറ്റേ ദിവസം അടൂർ പ്രകാശ് ഉപയോഗിച്ചത്. എന്താ അടൂർ പ്രകാശ് പറഞ്ഞത്? സോണിയാഗാന്ധിക്ക് ഒരു അസുഖമുണ്ട്, ആ അസുഖത്തിന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടാണ് ഈ പോറ്റിയെ വിളിച്ചത്. അതെങ്ങനെയാണ്? ശബരിമല തന്ത്രിയെ വിളിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. തന്ത്രി ഇപ്പൊ പ്രതിയാണ്, അത് വേറെ കഥ. പോറ്റിയെ വിളിക്കാൻ, എന്നിട്ട് പോറ്റി കയ്യിൽ എന്തോ കെട്ടി കൊടുക്കുന്നു. അത് ഇയാൾ അവിടുത്തെ ഔദ്യോഗിക ശാന്തി ഒന്നുമല്ല, മുട്ടുശാന്തിയായി. അതെ, ഔദ്യോഗിക ശാന്തി എന്നുള്ളവർക്ക് തന്ത്രി എന്നെ വിളിക്കേണ്ട അജിംഷാദെ പോട്ടെ. ഇവരുടെ ഒരു വാദം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക, ചികിത്സക്ക് വേണ്ടിയിട്ടാണ് പോറ്റിയെ വിളിച്ചത് എന്ന് മനസ്സിലാക്കുക. പോറ്റിയോടൊപ്പം കൂടെ ഉള്ളതാരാണ്? ഗോവർദ്ധൻ എന്ത് സവിശേഷതയാണ്? അയാൾക്ക് ശബരിമലന്റെ എന്തെങ്കിലും പുണ്യമുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും പുണ്യക്ഷേത്രങ്ങളുടെ എന്തെങ്കിലും പശ്ചാത്തലം അയാൾക്കുണ്ടോ? അയാൾക്ക് കട്ട സ്വർണം വാങ്ങി വിൽക്കുക എന്നുള്ള ഏർപ്പാടല്ലാതെ ഈ ഒരു ജ്വല്ലറിക്കാരനായ ഈ ഗോവർദ്ധൻ എങ്ങനെ അടൂർ പ്രകാശ് ഉണ്ടാവുമ്പോൾ അവിടെ പോറ്റിയോടൊപ്പം ഉണ്ടായി? അത് അന്വേഷിക്കേണ്ട കാര്യമില്ലേ? സാന്ദർഭികമായി ഞാൻ പറയാണ്, സോണിയാഗാന്ധിക്ക് അസുഖം ഉണ്ടായി, അസുഖത്തിന് ചികിത്സിക്കാൻ വേണ്ടിയാണ് പോറ്റിയെ കൊണ്ടുവന്നത്. ഞാൻ ഓർത്തു പോകുന്നത് സുധാകരന് മുമ്പ് ഒരു അസുഖം ഉണ്ടായിരുന്നു, എന്തോ ഒരു ശരീരവേദനയോ മറ്റോ ഉണ്ടായി. അന്ന് എവിടേക്കാ പോയത്? നേരെ ചികിത്സക്ക് പോയത് ജോൺസൺ മാവുങ്കലിന്റെ അടുത്തേക്കാ. ജോൺസൺ മാവുങ്കൽ ഇന്ന് പീഡന കേസിൽ ജയിലിൽ കിടക്കാണ്. ആരായിരുന്നു ജോൺസൺ മാവുങ്കൽ? പുരാവസ്തു വിൽപ്പന നടത്തുന്നവർ. എന്റെ നാട്ടിലുള്ള ഒരു ആളെ പോലും കോടികൾ പറ്റിച്ച മനുഷ്യനാണ്. ആര്? ഈ ജോൺസൺ മാവുങ്കൽ. എന്തായിരുന്നു അയാളുടെ ഏർപ്പാട്? പുരാവസ്തു വിൽപ്പന. ഞാൻ ഓർത്തു പോകുന്നത് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞൊരു കാര്യമാണ്. ഈ സോണിയയുടെ ആർക്കോ ബന്ധുക്കൾക്കോ സഹോദരിക്കോ ആർക്കോ ഇറ്റലിയിൽ പുരാവസ്തുവിന്റെ കച്ചവടമാണ് എന്നൊക്കെ. അതവിടെ നിൽക്കട്ടെ. എന്തായാലും ആ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകാൻ ഇവർക്ക് സാധിച്ചില്ല. ഇപ്പൊ ഇതാ വീണ്ടും ചിത്രങ്ങൾ വരുന്നു. എവിടുന്നാ വരുന്നത്? ബാംഗ്ലൂരിലുള്ള ചിത്രങ്ങൾ. ബാംഗ്ലൂരിൽ പോറ്റിയെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതാ. ഇവിടെ വലിയൊരു കുപ്രചരണം ഇല്ലല്ലോ. പിണറായി പോറ്റിയോട് സംസാരിക്കുന്നു, ചെവിയിൽ മന്ത്രിക്കുന്നു. പിണറായിക്ക് സമയമില്ലാത്ത ഒരു സമയത്ത് ഭീമ ജ്വല്ലറിയുടെ പോലീസിന് കൊടുക്കുന്ന ആംബുലൻസിന്റെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഒഴിവില്ല. അപ്പൊ എന്ത് ചെയ്തു? മുഖ്യമന്ത്രിയുടെ ആഫീസിന്റെ തൊട്ട് താഴെ വെച്ച് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ തീരുമാനിച്ചു. അതിന്റെ ക്ഷണക്കത്തടിച്ചു. ആ ക്ഷണക്കത്തൊക്കെ പബ്ലിക്കിൽ കിട്ടുന്ന കാര്യമാണ്.
ആ ക്ഷണക്കത്ത് പ്രകാരം വന്നു ഭീമ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ കൂടെ പോറ്റിയുണ്ട്, പോറ്റിയെ നമ്മൾ അറിയില്ലല്ലോ. അറിയില്ല. ചിത്രം പിന്നെ ഈ ചാവി ഏൽപ്പിക്കുന്നു, വെള്ളക്കൊടി വീശുന്നു, പിണറായി തിരിഞ്ഞു നടക്കുന്നു. തിരിഞ്ഞു നടക്കുമ്പോ പോറ്റിയുടെ അരികിലൂടെ പോകുന്ന ഫോട്ടോ എടുത്ത് ഇതാ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ ഈ നാട്ടിലെ ഉപയോഗിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൃത്രിമം കാട്ടി അവനൊക്കെ അതെ, അവരകത്തായി. മാത്രമല്ല ആ ഫോട്ടോ പോലും അത് പബ്ലിക്കിന്റെ മുമ്പിലാണ്. പിന്നെ മാത്രമല്ല കേരളത്തിന്റെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, സകല ചാനലുകളും മുന്നിലുണ്ട്. അങ്ങനെ പിണറായിയെ താരതമ്യം ചെയ്യപ്പെടുത്താൻ നോക്കിയതാണ്. പിണറായി ആരാണ്? ഇവരിപ്പോ പറയുന്നുണ്ടല്ലോ കടകംപള്ളി സുരേന്ദ്രനുമായി ഇത് ബന്ധപ്പെട്ട് പോറ്റിയുടെ കൂടെ നിൽക്കുന്നു. സ്വാഭാവികമാണ്. പോറ്റി ഈ പിന്നെ തന്ത്രിയുടെ തന്ത്രിയാണല്ലോ പോറ്റിയെ കൊണ്ടുവരുന്നത്. ഇതൊക്കെ കണക്റ്റഡാണല്ലോ. തന്ത്രിയുടെ കൂടെ വർഷങ്ങളായി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന തന്ത്രി പറയുന്ന പോലെ എന്തായിരുന്നു ശബരിമല വിവാദ കാലത്ത് ഈ നാട്ടിൽ പ്രചരിപ്പിച്ച് തന്ത്രിയാണ് ശബരിമലയിലെ അവസാന വാക്ക്, കോടതിയൊന്നല്ല. തന്ത്രിയാണ് അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്, അയ്യപ്പന്റെ പിതൃസ്ഥാനീയനാണ്. അതെ, അതുകൊണ്ട് സുപ്രീം കോടതി അല്ലാതെ അങ്ങേപ്പുറത്തെ കോടതി പറഞ്ഞാലും പോറ്റിയാണ് തന്ത്രിയാണ് അവസാന വാക്ക് എന്ന് പറയുന്നു. ആ തന്ത്രി സ്വന്തം താല്പര്യപ്രകാരം കൊണ്ടുവന്ന് പോറ്റി വളർത്തിയ പോറ്റി, എല്ലാ 24 മണിക്കൂറും തന്ത്രിയോടൊപ്പം കാണുന്ന പോറ്റി സ്വാഭാവികമാണ്. ദേവസ്വം ബോർഡിന്റെ ആളുകളും ദേവസ്വം ബോർഡിന്റെ മക്കളും അങ്ങനെ പോറ്റിയുടെ വീട്ടില് അച്ഛന്റെ ഇതിന് പിന്നെ അത് പോലീസ് അവിടെ സന്ദർശിക്കുന്ന ആളുകളും ദേവസ്വത്തിന്റെ പ്രധാനപ്പെട്ട ശബരിമലയിലെ സ്ഥിരമായി കാണുന്ന ഒരാളെ അദ്ദേഹത്തിന്റെ ഒരു ഇതിലേക്ക് ക്ഷണിക്കുമ്പോൾ സാന്ദർഭികമായി കണ്ടെന്ന് വരാം. പക്ഷേ സോണിയാഗാന്ധിക്ക് എന്ത് ബന്ധം? ശബരിമലയുമായി എന്തു ബന്ധം? ദേവസ്വവുമായി അപ്പൊ സ്വാഭാവികമായും പല വിധത്തിലുമുള്ള ആരോപണങ്ങൾ ഉണ്ട് പുരാവസ്തുവുമായി ബന്ധപ്പെട്ട് ഇറ്റലിയിലെ ഇതൊക്കെ. അതൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ എങ്കിൽ പോലും അങ്ങനെയുള്ള ആരോപണങ്ങളെ ഒക്കെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന അങ്ങനെയും ചിന്തിക്കാം. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് സോണിയാഗാന്ധിയിലേക്ക് കൂടി അന്വേഷണം നീങ്ങണം, അതിന്റെ സമഗ്രതയ്ക്ക് വേണ്ടി ഇന്നലെ വി ശിവൻകുട്ടിയൊക്കെ ആവശ്യപ്പെട്ടത്.